ജോജി പൊളിച്ചു. പടം കൊള്ളായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ക്ലൈമാക്സ് ഒരു രക്ഷയില്ലാട്ടി പോയി. സത്യം പറഞ്ഞാൽ എന്നെ തന്നെ എനിക്ക് കണ്ട് തിരിച്ചറിഞ്ഞില്ല. കാരണം കുറച്ച് മുന്നേ എടുത്ത ഷൂട്ടാണല്ലോ. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമാക്സ് അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. കാണണം, എല്ലാവരും കാണണം. ഞങ്ങളുടെ ഈ കൊച്ചു പടം എല്ലാവരും കൂടെ വിജയിപ്പിച്ച് തരണം. നല്ല സിനിമ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. രക്ഷയില്ലാത്ത പെർഫോമൻസ്. അത് ഇതുവരെ ക്ലൈമാക്സ് ഭയങ്കര ഞെട്ടിച്ചു കളഞ്ഞു. ശരിക്കും ശ്വാസം വിടാൻ പോലും പറ്റാണ്ട് അവിടെ ക്ലൈമാക്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക്. ഹരീഷ് പേങ്ങൻ എന്ന നടൻ നമുക്ക് നമ്മൾ ഓർമ്മയായിട്ട് തീർന്നു. ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കലാഭവൻ ജിൻഡോ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു വേഷമാണ്. ഒരുപാട് സ്ക്രീൻ സ്പേസിൽ നല്ലൊരു പ്രസന്റേഷൻ. പിന്നെ താമര എന്നുള്ള കഥാപാത്രം ചെയ്ത് പെൺകുട്ടി നന്നായിട്ട് അഭിനയിച്ചു. ഇത് ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി സെക്ഷൻ പോലെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥയുടെ സ്റ്റൈല് മാറി. ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്. കണ്ടിരിക്കാൻ കൊള്ളാവുന്നൊരു പടമാണ്. പിന്നെ ഈ പടം കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയാൽ നന്നായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്തായാലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരോ എന്ന സിനിമ കണ്ടു. നമ്മുടെ ജോജുവിന് ശക്തമായിട്ട് തിരിച്ചുവരവാണ്. അപ്പോൾ അനുമോൾ മാഡത്തിന് മികച്ച അഭിനയമാണ്. വ്യത്യസ്തം നിറഞ്ഞൊരു കുടുംബ പശ്ചാത്തലത്തിൽ കാണുന്ന വ്യത്യസ്ത അഭിനയ പ്രാധാന്യമുള്ള സിനിമയാണ്. കരീമിൻ്റെ മികച്ച ഡയറക്ഷനാണ്. അപ്പോൾ കിച്ചുവിൻ്റെ മികച്ച അഭിനയം കൊണ്ട് കാണാൻ പറ്റുന്ന മികച്ച എൻ്റർടൈൻമെൻറ്റ്. നല്ലായിരുന്നു, നല്ല സിനിമ. പടം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? ജോയിച്ചേട്ടൻ്റെ ഒരു പോലീസ് വേഷം ഗംഭീരമായിട്ട് ചെയ്തു. ജോസഫ് എന്ന സിനിമയ്ക്ക് ശേഷം ജോയിച്ചേട്ടൻ്റെ ഒരു പോലീസ് വേഷം അത് ഗംഭീരമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എൻ്റെ ഒരു സുഹൃത്ത് അജീഷ് കോട്ടയം വർഷങ്ങളായിട്ട് മിമിക്രി ഫീൽഡിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായൊരു വേഷമാണ് ഈ സിനിമയിൽ. അതുപോലെ സുനിൽ സുഗത, അതുപോലെ നമ്മുടെ മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ ഇതിനകത്തൊരു കള്ളുപാട്ടുണ്ട്. നല്ല രീതിയിൽ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സിനിമയാണ്. പണ്ട് താമര എന്ന പേരിൽ ഈ സിനിമ വന്നതാണ്. അതിൻ്റെ പേര് മാറി ആരോന്ന് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു മൂവിയാണ്. സഹിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സിനിമ. പ്രേക്ഷകരായിട്ട് കണ്ടപ്പോൾ ഉള്ള അടിപൊളിയാണ്. ഞാൻ പടം കണ്ടിട്ടില്ല. രസമായിട്ട് പടം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഉദ്ദേശിച്ചവരുടെയൊക്കെ വർക്കായിട്ടുണ്ട്. എല്ലാവരും പടം കാണുന്നില്ല. എല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായം പറയും. അവരാണ് ആദ്യം പറയുന്നത്. ഞാൻ +1 ഞാൻ അഭിനയിച്ച ആളാണല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ട് +1. എങ്ങനെയുണ്ടായിരുന്നു? പ്രേക്ഷകരായിട്ട് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല, ഞാൻ ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത്. നല്ലായിരുന്നു. താങ്ക് യു. നല്ല പടം. അനുവിൻ്റെ ജോജുവിൻ്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ക്ലൈമാക്സ് കലക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെടുക. ക്ലൈമാക്സ് ആണ് പ്രത്യേകത. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഓരോരോ പാർട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അത് നന്നായിട്ട് അവസാന നിമിഷം മുതൽ ക്ലൈമാക്സ് അവസാന നിമിഷം വരെ അങ്ങനെ നന്നായിട്ട് നല്ല പടം. ക്ലൈമാക്സ് കുറേ തെറ്റിച്ച് കളഞ്ഞു. സൂപ്പർ സിനിമ. നമുക്ക് മക്കളോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റും. കുടുംബത്തിന് പറ്റിയ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമ. പക്കത്തില്ല. ചോദിച്ചാൽ അടിപൊളി. ഓക്കെ. പടങ്ങളുടെ റോള് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഓവറോൾ കണ്ടിരിക്കും. നല്ല മൂവി.